അഞ്ചുരുളി ടണൽ, പ്രകൃതിയും മനുഷ്യനും ഒന്നിക്കുന്ന ഇടുക്കിയുടെ അത്ഭുത കാഴ്ച. കേരളത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തെ അന്വർത്ഥമാക്കുന്ന ജില്ലയാണ് ഇടുക്കി. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഇടുക്കി ജില്ലയിൽ പ്രകൃതിരമണീയമായ നിരവധി കാഴ്ചകളുണ്ട്. മൂന്നാർ, തേക്കടി, വാഗമൺ തുടങ്ങിയ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കപ്പുറം അധികമാരും അറിയപ്പെടാതിരുന്നതും എന്നാൽ ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയതുമായ ഒരു അത്ഭുത പ്രദേശമാണ് അഞ്ചുരുളി. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണം അവിടുത്തെ കൂറ്റൻ ജലതുരങ്കം ടണലാണ്. പ്രകൃതിയുടെ വന്യമായ ഭംഗിയും മനുഷ്യന്റെ കഠിനാധ്വാനവും ഒരുപോലെ സമ്മേളിക്കുന്ന അഞ്ചുരുളിയെക്കുറിച്ചും അവിടുത്തെ ടണലിനെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങളാണ് ഈ ഉപന്യാസത്തിൽ പ്രതിപാദിക്കുന്നത്. പേരിന് പിന്നിലെ ചരിത്രം. അഞ്ചുരുളി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു നാടൻ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നതായി തോന്നും. ഈ പേരിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുമുണ്ട്. 5 വലിയ ഉരുളികൾ, പരമ്പരാഗതമായ ഓട്ടുപാത്രങ്ങൾ കമിഴ്ത്തിവെച്ചതുപോലെ തോന്നിപ്പിക്കുന്ന 5 മലനിരകളാണ് ഈ പ്രദേശത്തുള്ളത്. ഈ 5 മലകൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാലാണ് ഈ പ്രദേശത്തിന് അഞ്ചുരുളി എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പ്രകൃതിയുടെ ഈ സവിശേഷമായ കിടപ്പ് അഞ്ചുരുളിക്കൊരു പ്രത്യേക ചാരുത നൽകുന്നു. അഞ്ചുരുളി ടണലിന്റെ ജനനം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം. അഞ്ചുരുളിയിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ടണൽ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതിയുടെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഭാഗമായാണ് ഈ ഭീമൻ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. 1970കളുടെ തുടക്കത്തിൽ നിർമ്മാണം ആരംഭിച്ച ഈ ടണലിന്റെ പണി പൂർത്തിയായത് 1974 മാർച്ച് മാസത്തിലാണ്. ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി സംഭരണിയിലേക്ക് കല്യാണത്തണ്ട് വെള്ളമെത്തിക്കുക എന്നതാണ് ഈ ടണലിന്റെ പ്രധാന ലക്ഷ്യം. ഏകദേശം 5.5 കിലോമീറ്റർ, 5500 മീറ്ററാണ് ഈ ടണലിന്റെ നീളം. കാക്കമല എന്ന വലിയൊരു മല തുരന്നാണ് ഇത്രയും വലിയൊരു ടണൽ മനുഷ്യൻ നിർമ്മിച്ചെടുത്തത്. ആധുനിക യന്ത്രങ്ങളോ സാങ്കേതിക വിദ്യകളോ അധികമില്ലാതിരുന്ന അക്കാലത്ത് പാറകൾ പൊട്ടിച്ച് ഇത്രയും ദൂരം തുരങ്കം നിർമ്മിക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി അഞ്ചുരുളി ടണൽ കണക്കാക്കപ്പെടുന്നു. 24 അടിയോളം വ്യാസമുള്ള ഈ ടണലിലൂടെ വെള്ളം കുതിച്ചൊഴുകി ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് പതിക്കുന്ന കാഴ്ച ആരുടെയും മനം കവരുന്നതാണ്. പ്രകൃതിയുടെ ഭയാനകമായ സൗന്ദര്യം. അഞ്ചുരുളി ടണലിന്റെ മുഖഭാഗം കാണാൻ തന്നെ വല്ലാത്തൊരു കൗതുകമാണ്. പച്ചപ്പണിഞ്ഞ മലനിരകൾക്കിടയിൽ വലിയൊരു ഗുഹാമുഖം പോലെ അത് വാ തുറന്നു നിൽക്കുന്നു. വെളിച്ചത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം നീളമുള്ള കൂരിരുട്ടിലേക്കുള്ള ഒരു വാതിലാണിത്. വേനൽക്കാലത്ത് ജലനിരപ്പ് കുറവായിരിക്കുമ്പോൾ ടണലിന്റെ ഉൾഭാഗം കുറച്ചു ദൂരമൊക്കെ നടന്നു കാണാൻ സാധിക്കും. എന്നാൽ മഴക്കാലത്ത് ഇതിന്റെ രൂപം മാറും. ഇരട്ടയാറിൽ നിന്ന് അലറിക്കൊണ്ട് കുതിച്ചെത്തുന്ന വെള്ളം ടണലിലൂടെ പുറത്തേക്ക് ചാടുന്ന കാഴ്ച ഭയപ്പെടുത്തുന്ന ഒരു സൗന്ദര്യമാണ്. ആ സമയത്ത് വെള്ളത്തിന്റെ ഇരമ്പൽ കിലോമീറ്ററുകൾക്ക് അപ്പുറം വരെ കേൾക്കാൻ സാധിക്കും. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായതിനാൽ സമ്പന്നമായ ജൈവ വൈവിധ്യമാണ് അഞ്ചുരുളിയിലുള്ളത്. അപൂർവയിനം പക്ഷികളും ശലഭങ്ങളും ഇവിടെയുണ്ട്. ടണലിന്റെ പരിസരത്തുള്ള കാടുകളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രകൃതിയെ പഠിക്കാനും നിരീക്ഷിക്കാനും താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇവിടെ മികച്ചൊരു ഇടമാണ്. ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പറുദീസ കൂടിയാണ് അഞ്ചുരുളി. കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന രാവിലെയോ സുവർണ ശോഭയുള്ള വൈകുന്നേരങ്ങളിലോ അഞ്ചുരുളി ക്യാമറയിൽ പകർത്താൻ ഏറെ മനോഹരമാണ്. മീൻപിടുത്തക്കാരുടെ ചെറിയ വള്ളങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന കാഴ്ചയും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. സുരക്ഷാ മുന്നറിയിപ്പുകളും യാത്രാവിവരങ്ങളും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അഞ്ചുരുളി ഒരു മികച്ച സ്ഥലമാണെങ്കിലും അതീവ ശ്രദ്ധയും സുരക്ഷയും ഇവിടെ ആവശ്യമാണ്. അഞ്ചുരുളി ടണൽ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് കേരളത്തിന്റെ ഊർജ്ജസ്വലതയുടെ അഥവാ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഒരു പ്രധാന നാഡീവ്യൂഹം കൂടിയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യവും മനുഷ്യന്റെ ശാസ്ത്രീയമായ കഴിവുകളും എങ്ങനെ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സ്ഥലം. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് മാറി ശാന്തമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറച്ചുനേരം ചെലവഴിക്കാനും കൂറ്റൻ ടണലിന്റെ കാഴ്ച കണ്ട് അത്ഭുതപ്പെടാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അഞ്ചുരുളി സന്ദർശിക്കാവുന്നതാണ്. എന്നാൽ ഈ പ്രദേശത്തിന്റെ സ്വാഭാവികത നശിപ്പിക്കാതെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു യാത്രയായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവിടേക്ക് നടത്തേണ്ടത്. വരും തലമുറകൾക്കും ഈ വിസ്മയം കാണാൻ അവസരമുണ്ടാകേണ്ടത് നമ്മുടെ കടമയാണ്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണ്
കാറ്റ് പാമ്പാടും പാറകൾ കുളിരുടുമ്പൻ ചോലകളിൽ കൂട്ടാറിൽ പോയി വരും കാറ്റ് പോരുന്നിവിടെ ചായുന്നിവിടെ വെടിവട്ടം പറയുന്നുണ്ടിവിടെ അവൾ തൊടിയെല്ലാം നനച്ചിട്ട് തുടുവേർപ്പും തുളച്ചിട്ട് അരയിൽ കൈ കുത്തി നിൽക്കും പെണ്ണ് നല്ല മണവാളിൻ ചുണയുള്ള പെണ്ണ് മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി ഇവളാണ് മിടുമിടുക്കി മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി ഇവളാണ്